ഇന്ന് ഒരു പ്രത്യേക വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത്. 26 വർഷം ആർമി പോസ്റ്റൽ സർവീസിൽ സേവനമനുഷ്ഠിച്ച് 8 വർഷമായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ പോസ്റ്റ്മാനായി ജോലി നോക്കി വരുന്ന റോബിൾ. ഡ്യൂട്ടി കഴിഞ്ഞ് മറ്റൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി കുറച്ചു സമയം ചിലവഴിക്കാം എന്നുള്ള അഭ്യർത്ഥന മാനിച്ച് തൽക്കാലം മടങ്ങുകയാണ്. തിരുവനന്തപുരം കവടിയാർ കുറുവൻകുണം അപ്പർ മെറിഡിയൻ റോഡിൽ കാൽനടയായി മാത്രം എല്ലാ ഇടവഴിയിലും വീടാന്തരം ഏകദേശം 25 കിലോമീറ്റർ കയറിയിറങ്ങി കത്തുകളും മറ്റും വിതരണം നടത്തുന്നത് ഇവിടുത്തെ സ്ഥലവാസികളുടെ സ്ഥിരം കാഴ്ചയാണ്. ഡ്യൂട്ടി സമയം കഴിഞ്ഞുള്ള വരവാണ്. ഇനി അല്പസമയം പോസ്റ്റ്മാൻ റോബിളിനോടൊപ്പം. അപ്പം നമുക്ക് ഇൻ്റർവ്യൂ തുടങ്ങാം അല്ലേ? ജസ്റ്റ് ഒന്ന് ചോദിക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, വേർത്ത് കുളിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ താങ്കളെ ഞാൻ എത്രയോ വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണുന്നുണ്ട്. അപ്പം കവടിയാർ പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത്. ഇവിടെ ഇപ്പോൾ എത്ര നാളായി വർക്ക് ചെയ്യുന്നു? അപ്പോൾ ഞാൻ 8 വർഷമായി. 8 വർഷമായിട്ട് പോസ്റ്റ്മാനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. ഇതിന് മുമ്പ് എവിടെ ആയിരുന്നു? ഇതിനു മുമ്പ് ഞാൻ APSലായിരുന്നു. എവിടെ? APS, ആർമി പോസ്റ്റൽ സർവീസ്. ആ, ഡെപ്യൂട്ടേഷനിൽ പോയത്. പേര് ഞാൻ ചോദിച്ചില്ല. റോബിൾ. ഓക്കെ. എവിടെയാണ് സ്ഥലം? അമ്പൂരി. ഓക്കെ. മിലിറ്ററിയിൽ എവിടെ ആയിരുന്നു ശരിക്കും? മിലിറ്ററി നമ്മൾ പല സ്ഥലത്ത് പോകുന്നുണ്ട്. പല സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി, ബംഗാൾ, കൽക്കട്ട, ബോംബെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ 3 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ട്. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ 26 വർഷം. 26 വർഷം ഇതുപോലെ തന്നെ നടന്നിട്ടാണ്? നടന്നല്ല, ഓഫീസിൽ വർക്ക്. അവരുടെ ഓഫീസ് വർക്കായിരുന്നു. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവിടെ ഇപ്പം 8 വർഷമായിരുന്നു പറഞ്ഞല്ലേ? 8 വർഷമായി. 8 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ പോസ്റ്റൽ സർവീസ് ഇവിടുത്തെ? 8 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഇതുപോലെ തന്നെയാണ്. അന്ന് ബുക്ക് പോസ്റ്റുകൾ കൂടുതലുണ്ട്, ഇന്ന് കുറച്ച് കുറവുണ്ട്. അന്ന് ടെലഗ്രാം ഇല്ല. ടെലഗ്രാമൊക്കെ നിർത്തലായിട്ട് 10-20 വർഷമായി. 20 വർഷമായി. BSNL നിർത്തലായപ്പോൾ ഇത് കംപ്ലീറ്റ് ആകും. അപ്പം മിലിറ്ററി ഇത് മൊബൈൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ കുറേയൊക്കെ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ സമയം? എങ്ങനെയാണ് ജോലി സമയം? നമ്മൾ രാവിലെ 8:30 ആകുമ്പോൾ ഓഫീസിൽ എത്തും. 4:30 വരെയാണ് സമയം. പിന്നെ പോസ്റ്റ് മാസ്റ്ററുള്ള സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തിരി നേരത്തെ വീട്ടിൽ പോവാം. ഒരു ദിവസം ശരാശരി ഒരു ദിവസം 25-30 കിലോമീറ്റർ. 25-30 കിലോമീറ്റർ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ രാവിലെ പോലും വൈകുന്നേരം തിരിച്ച് അവിടെ ചെല്ലണം. പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടേ പോകാൻ പറ്റും. റിട്ടേൺസ് കൊടുക്കണം. റിട്ടേൺസ് കൊടുക്കണം. എങ്ങനെയാണ് പൊതുവെ ഈ നമ്മൾ ഒരു പോസ്റ്റ്മാൻ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് എന്നോട് നല്ല സഹകരണമാണ്, സ്നേഹമാണ്. കൃത്യമായിട്ട് നമ്മൾ കത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇടപെടുന്ന രീതി അനുസരിച്ച് അവർ നമ്മളെടുത്ത് നല്ല സഹകരണമാണ്. ഇതുവരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഇല്ല. എൻ്റെ റൂട്ടിൽ നിന്ന് ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും വളരെ സന്തോഷം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ സമയത്ത് പോയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും പോയി സാധിച്ചു. ഇപ്പോൾ DLCയുടെ സമയമായി വരുന്നു, ലൈഫ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ സാറിന് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതായത് നമുക്ക് ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കേണ്ടത് 70 രൂപയാണ് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഒരു ചാർജ്. അപ്പോൾ ഇന്ന് സമയം, അതായത് 3 മണിക്ക് മുമ്പ് നമുക്ക് ക്യാഷ് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ സാറിനൊരു സമയം പറയും. അപ്പോൾ സാറിന് സമയം കൂടെ നോക്കിയിട്ട് നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ രാവിലത്തെ സമയം നമ്മൾ പറയും ഒരു 10 മണിക്കകത്ത് ഒന്ന് എടുക്കാമെന്നുള്ള. രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വൈകുന്നേരം എന്നും ചെല്ലാമെന്നുള്ള നിർബന്ധം തന്നെയാണ്? എല്ലാ ദിവസവും പോയേ പറ്റും. എല്ലാ ദിവസവും പോയേ പറ്റും.
അപ്പോൾ അമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത്? അമ്പൂരിൽ ഞാൻ ഇവിടെ ഒരു വീട് വാടക എടുത്തിട്ടുണ്ട്. അമ്പൂരിൽ ശനിയാഴ്ച പോകുന്നു. ശനിയാഴ്ച മാസം. ശനിയാഴ്ച വൈകിട്ട് പോയിട്ട് തിങ്കളാഴ്ച രാത്രി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ വൈകിട്ട് മോന്. മോനെന്ത് ചെയ്യുന്നു? മോൻ BSc നഴ്സിംഗ് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ കല്യാണം കഴിഞ്ഞു. അവളെ ഭർത്താവ് ആർമിയിലാണ്. ഇവിടെ ഇനി എത്ര നാളത്തെ സർവീസ് ഉണ്ട്? ഇനി കറക്റ്റ് 32 മാസമുള്ളൂ. 32 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ? അത് കഴിഞ്ഞാലുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല. അല്ല, ഇത്തരം 10-20-25 കിലോമീറ്റർ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെൻഷൻ ആയി കഴിഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ ആലോചിച്ചില്ല. ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അത് പിന്നീടുള്ള തീരുമാനം. മക്കളുടെ തീരുമാനം കൂടെ എല്ലാം അറിയണമല്ലോ. കൃഷിയിലൊക്കെ എങ്ങനെയാണ്? താല്പര്യമുണ്ടോ അതോ? കൃഷിയാണ് നമ്മുടെ മെയിൻ. അപ്പം വീട്ടിലെന്തൊക്കെയുണ്ട്? കൃഷിയായിട്ട് എന്തെങ്കിലും? വീട്ടിൽ വലുതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്. ചെറിയ തയ്യായിട്ട്. അമ്പൂരിയിൽ കുറേ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് വാഴയുണ്ട്. റബ്ബർ വെട്ടിക്കാൻ തുടങ്ങിയോ? ഇല്ല, വെട്ടുന്നില്ല. തൈ വെച്ചതേ ഉള്ളൂ. ഒരു 3 വർഷമായത്. 3 വർഷം. ഈ അവിടെ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? മറക്കാൻ പറ്റാത്ത അനുഭവം ഒന്ന് ഓർത്ത് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ 25 കിലോമീറ്റർ ഏകദേശം ഓടി തന്നെയാണ് തീർക്കുന്നത്. ഓടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നതല്ല, ഒരു ലിമിറ്റ് സ്പീഡ്. നല്ല സ്പീഡ് തന്നെയാണ് പോകുന്നത്. ലിമിറ്റ് സ്പീഡ്. അതായത് പണ്ട് എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, അമ്പലപ്പുഴയിലൊക്കെ അഞ്ചൽ ഓഫീസ്, അഞ്ചലോട്ടക്കാരൻ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ പല ആൾക്കാരും ഇപ്പോഴും പറയുന്നുണ്ട് അഞ്ചലോട്ടമാണ്. ഞാൻ പറയുന്നത് എന്നാലേ നമുക്ക് നമ്മുടെ ജോലി തീർക്കണ്ടേ, കാരണം ഇത്ര ഏരിയ ഉണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നിപ്പം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ വീടുകൾ കൂടി വരുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എനിക്ക് ഏകദേശം ഫ്ലാറ്റും നമ്മുടെ ലൊക്കേഷനിലുള്ള ഇത് വീടുകളും എല്ലാം കൂടെ കൂട്ടിയാണ്ട് 1500 അടുപ്പിച്ച് വരുന്നത്. വീടുകളും ഫ്ലാറ്റും ഉൾപ്പെടെ ഒരു ഫ്ലാറ്റിൽ തന്നെ നമ്മളിപ്പോൾ ഓരോ റൂമായിട്ടാണല്ലോ, ഒരു വീടായിട്ടാണല്ലോ നമ്മൾ കണക്ക് കൂട്ടും. അപ്പോൾ ഈ ഫ്ലാറ്റിൽ ലെറ്റേഴ്സ് എല്ലാം താഴെ കൊടുക്കുന്നുണ്ടോ അതോ ഓരോ റൂമിൽ തന്നെ കൊണ്ട് കൊടുക്കും? റൂമിൽ അവർ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ബോക്സിലിട്ടു. നമ്മൾ രജിസ്റ്റേർഡ്, സ്പീഡ്, പാഴ്സൽ, ഇത് 3 ആൾക്കാർക്ക് കൊടുത്തേ പറ്റൂ. അവരുടെ സൈൻ മേടിക്കുന്നുണ്ട്. സിഗ്നേച്ചർ മേടിച്ചാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പാസ്പോർട്ട് പ്രത്യേകിച്ച് ആളുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ. വേറെ ആർക്കും ഓതറൈസേഷൻ തന്നു കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റും. ബാക്കി നമ്മുടെ രജിസ്റ്റേർഡും സ്പീഡും ഒക്കെ കൊടുക്കാം. പാസ്പോർട്ട് മാത്രം ഉടനെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതിപ്പോൾ എങ്ങനെ അറിയുമോ പാസ്പോർട്ട് എന്നുള്ള? അവിടെ ഇൻറ്റിമേഷൻ കൊടുക്കും. ഇപ്പം സാറിനൊരു പാസ്പോർട്ട് വന്നു ചോദിക്കും. സാറില്ല, മാഡത്തിൻ്റെ നമ്മൾ ഇൻറ്റിമേഷൻ കൊടുക്കും. സാറുണ്ടെങ്കിൽ വരാൻ പറ്റും. 7 ദിവസം വരെ നമ്മൾ വയ്ക്കും. 7ാമത്തെ ദിവസം തിരിച്ച് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലോട്ട് തിരിച്ചയക്കും. പക്ഷെ അങ്ങനെ ഇതുവരെ ഒന്നും ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇനി 32 മാസം ഇതേപോലെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും സഹകരിക്കുന്നു. ഞാനും അതുപോലെ തന്നെയാണ് പോകുന്നത്. ആർക്കും മുഷിഞ്ഞിട്ടുള്ള ഒരു വർത്തമാനം പറയത്തില്ല. ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ്? എന്തെങ്കിലും പ്രത്യേകിച്ച് ആരോഗ്യം അതൊക്കെ വല്ല പ്രഷറോ ഷുഗറോ അങ്ങനത്തെ കാര്യങ്ങളോ? എല്ലാം ഞാൻ ഉണ്ട്, ഇല്ലാത്തൊന്നും ഇല്ല. എല്ലാം അല്ല, ഇത്ര നടന്നിട്ടും അത് കുഴപ്പമില്ല. അത് ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്. ഈ നടക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഇത് നമ്മൾ അറിയുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ജോലി കയറിയത്? എങ്ങനെയാണ് ഇവിടെ ജോലി? ഞാൻ ഇതിൽ തന്നെയാണെന്നല്ലോ. അല്ല, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 1987 ഞാൻ കയറിയത്. 87 ഞങ്ങളുടെ അമ്പൂരിക്ക് തന്നെ കാരിക്കൂരി എന്ന് പറയുന്ന സ്ഥലം. അവിടുന്ന് പിന്നെ ഞാൻ ഡെപ്യൂട്ടേഷൻ തുറന്നിട്ടൊന്നും ആർമി. അതും പോസ്റ്റലിൻ്റെ ഇത് തന്നെ. എല്ലാം പോസ്റ്റൽ. അവിടുന്ന് 26 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഉടലായിട്ട് 2 മാസം ജോലി ചെയ്യുന്നു. അവിടെ നമുക്ക് പറ്റത്തില്ല, ഏരിയ കൂടുതൽ. പിന്നെ അവിടുന്ന് റിക്വസ്റ്റ് കൊടുത്ത് കവടിയാട്ടേക്ക്. അവിടെ മിലിറ്ററിയിലായിരിക്കുന്ന സമയത്ത് ഈ വാറ് നടക്കുന്ന ഏരിയ അവിടെ എന്തെങ്കിലും പോവുമോ, എന്തെങ്കിലും ചെയ്യുമോ? മിലിറ്ററിയിൽ നമ്മൾ വാറിനൊക്കെ പോയിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ് പോയിട്ട്? നമ്മൾ ആദ്യത്തെ മറ്റേ കാർഗിൽ ഇതിനെ പോയി. എവിടെ? കാർഗിൽ. ലഡാക്ക്. ലഡാക്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അവിടെ ക്ലൈമറ്റ് എല്ലാം ഭയങ്കര ഇതല്ലേ, തണുപ്പ്. തണുപ്പ്. അപ്പോഴും എങ്ങനെയാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നതും കൊടുക്കുന്നതും? അതെല്ലാം നമ്മൾ ട്രെയിനിലാണല്ലോ പോകുന്നത്, ട്രെയിനിലും കപ്പലിലുമായിട്ട് പോകും. പിന്നെ ഇത് ഓപ്പി പരക്രമ മറ്റേ ജസൽമേറിൽ വെച്ചുകൊണ്ടായിരുന്നു രാജസ്ഥാൻ, അതിന് പോയിട്ട് പിന്നെ 3-4 മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അത് ശരി. അത് എന്തിൻ്റെ മെഡൽ? അത് പട്ടാളത്തിലൂടെ സർവീസ് ചെയ്തു. പട്ടാളത്തിൻ്റെ സർവീസിൽ സർവീസ് ഉണ്ടായിട്ട് നല്ല സർവീസിനുള്ള. പിന്നെ 50 വർഷത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ആ അതൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. മെഡല് അതോ അങ്ങ് വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരിക്കുകയാണ്. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ വീട്ടിൽ തന്നെ, വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എല്ലാം സുഖമായിട്ട് കഴിയും, എല്ലാവരും സുഖമായിട്ട് കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള എന്താണെന്നുള്ളതൊന്ന് പറയണം. ഈ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് എന്താണ് ഈ 25 വർഷം ഓടിയ ഒരാൾ 25 വർഷം കഴിഞ്ഞിട്ട്? ചിലപ്പോൾ നമ്മൾ വിശ്രമമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കൃഷിപ്പണിയോ അതുമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുമ്പോട്ട് പോവുക, അതേയുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ അന്നത്തെ സൗകര്യം പോലെ നമ്മുടെ ഇതും കൂടെ നോക്കണമല്ലോ, ആരോഗ്യനിലയും കൂടെ നോക്കിയതിന് ശേഷമേ പറ്റുള്ളൂ. ഞാൻ വേറെ കൊണ്ടല്ല ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച്. ഇങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ഉള്ളൂ നടന്നു പോകുന്നവർ. എല്ലാവരും സൈക്കിളിലും അല്ല സ്കൂട്ടറിലോ എല്ലാം ചെയ്യുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എനിക്ക് അഞ്ചലോട്ടക്കാരും അപ്പൂപ്പന ഒക്കെ പറയുന്നത് കേൾക്കാം. അമ്പലപ്പുഴ ഏരിയയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ നടന്നാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലെത്തുള്ളൂ, ഓടിയ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഒരു കാലം കൂടെ കുത്തിയിട്ട് ഓടുന്ന കഥ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരാളെ കണ്ടു. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ മരിച്ചു പോയത് അതിലൊരു വിഷമമുണ്ട്. നമ്മുടെ അത്ര നമ്മളെ സ്നേഹിക്കുന്നു കണ്ടും എന്നും. അതെ, അങ്ങനെ വിനോദ് സാറ്, പിന്നെ നമ്മുടെ നേരത്തെ നാരായണ സാറ്, നമ്മുടെ മറ്റേ KC കടയിക്കിട്ട് ഫോട്ടോസ് ആൾക്കാരുണ്ട്. ഇവരെല്ലാരും എന്നും കാണും, എന്നും അല്ലെന്നുണ്ടെങ്കിലും ഇടയ്ക്കെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് മരിക്കുമ്പോഴേ പെട്ടെന്ന് പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമം. പിന്നെ എന്നും നമ്മൾ മിക്കവാറും കയറി ആ അമ്മയുടെ വീട്ടിൽ നിന്ന് ചൂട് കഞ്ഞോട്ടം തന്നേ കൊടുത്തു. എന്തെങ്കിലും ഒരു കത്ത് നമ്മുടെ വൈഷ്ണവ നാരായണ സാറിൻ്റെ വിക്രമ വീട്ടിൻ്റെ ഈ കയറ്റം കയറി നമ്മുടെ മേളിലുള്ള പണ്ടത്തെ ആർമി റിട്ടയർഡാണ്, ആർമിയിലായിരുന്നു. അവിടെ എന്തെങ്കിലും കഴിപ്പിച്ചേ ഉള്ളൂ? കഴിപ്പിക്കുന്നില്ല, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കഞ്ഞോളം ചൂട് കഞ്ഞോളം അമ്മ തരും. അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട്? അമ്മയ്ക്കിപ്പോൾ 85 വയസ്സിന് മേലുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല അനുഭവങ്ങളാണ്. ഏതായാലും കണ്ടതിലും ഇത്ര നാൾ സർവീസ് ചെയ്തതിലും ഇനിയുള്ള സർവീസിലും നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഇതുപോലെ വല്ലപ്പോഴും റിട്ടയർ ആയാലും ഇതുപോലെ നമ്മൾ വരും, വരണം. അത് ഒന്നേ വരണം. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ പയ്യന്മാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിലും വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു മാസം എന്തെങ്കിലും ആവശ്യത്തിനായാലും അവിടെ ഏതായാലും വന്നേ പറ്റുള്ളൂ. എനിക്ക് പെൻഷൻ 1000 ക്യാഷ് എടുക്കണമെങ്കിൽ SBI അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും ഒരു കറക്കം കണക്കിട്ട് എന്തായാലും പോകത്തുള്ളൂ. അപ്പോൾ ഈ റിട്ടയർ ആകുന്ന സമയത്ത് പുതിയതായിട്ട് ഒരാൾ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ആ ആൾ എങ്ങനെയാണ് സാധാരണ എല്ലായിടത്തും എത്തിച്ചേരുന്നത്? അത് കൂടെ പോകണം. അത് നമ്മൾ പുതിയ പാർട്ടി ആകുമ്പോഴത്തേനും ആരെങ്കിലും ഒരാൾ കൂടെ പോയാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സർവീസ് കഴിഞ്ഞിട്ടും പോകേണ്ടി വരും, അതോ സർവീസിന് മുമ്പായിട്ട് തന്നെ ഒരാൾ കൂടെ വരും? എങ്ങനെയാണ്? അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ സർവീസ് അതായത് 2027 മെയ് 31 വരെയാണ് എൻ്റെ. അപ്പോൾ അതിനകത്ത് വെച്ച് പുതിയ ആരെങ്കിലും വരികയാണോ അതോ അതിന് ശേഷമാണോ വരുന്നതെന്ന് അറിയാൻ പറ്റും. അല്ല, അവരെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. അത് വരുന്ന പാർട്ടിയാണെങ്കിൽ പുതിയ പയ്യനാണെങ്കിലും നമ്മൾ പോസ്റ്റ് മാസ്റ്റർ പറയുകയാണെങ്കിൽ കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ കൂടെ പോയി ഏരിയ പറഞ്ഞു കൊടുക്കും 1-2 ദിവസം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒറ്റയ്ക്ക് അത് ഈവൻ റിട്ടയർ കഴിഞ്ഞിട്ടാണെങ്കിലും വേണ്ടി വന്നാൽ ചെയ്യും. അപ്പോൾ ശരി, ഓക്കെ, കഴിഞ്ഞു. അമ്പൂരിൽ എന്തായാലും അല്ല, അമ്പൂരിൽ നമ്മൾ ഒരു ദിവസം കൊണ്ടുപോകും. എന്തായാലും
അത് ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് പറയാം. കാരണം ഞാനൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പണി പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ പാലിയാച്ചനെന്തായാലും വിളിക്കാൻ പറയാം. അപ്പോൾ സ്വന്തമായിട്ട് വീട് ഇല്ലേ ഇതുവരെ, അതോ വാടകയ്ക്കാണ്? ഉണ്ട്, വീടുണ്ട്. ഒരു ചെറുതായിട്ട് പുതിയതായിട്ടൊരു വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പുതിയതായിട്ടൊരെണ്ണം. വലിയ വീടായിരിക്കും, വലിയ വീടായിരിക്കും എല്ലാവരും. ആ പകുതിയാക്കി വെച്ചിരിക്കും. തേപ്പ് കഴിഞ്ഞേ ഉള്ളൂ. ഇനി ബാക്കി ഇപ്പോൾ ഒന്നെങ്കിൽ ബാക്കി പോണെങ്കിൽ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും പെൻഷൻ മാറ്റുന്നതിന് മുമ്പ് തീരും. അത് തീർക്കണമെന്നാണ് ആഗ്രഹം. ഇനിയെല്ലാം ദൈവത്തിന്റെ കൈ പോലെ. ശരി, ഓക്കെ.